ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ബോട്ടിംഗ് സഫാരിക്ക് വേണ്ടിയാണ് പോകുന്നത്. ഏകദേശം 27 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഡാമുണ്ട്. ആ ഡാമിനകത്ത് ബോട്ടിംഗ് സഫാരി ഉണ്ട്. അത് കാണുവാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കുറച്ച് ചെമ്മരിയാടിൻ പറ്റങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തി. ഇപ്പോൾ ചെമ്മരിയാടായിട്ട് നമുക്ക് തോന്നുകയില്ല, പക്ഷേ രോമങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആടിൻ്റെയൊക്കെ വാല് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ഇത് ചെമ്മരിയാണോ ഇല്ലയോ എന്ന്. ശരിക്കും ഇത് ചെമ്മരിയാട് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടുന്ന് 27 കിലോമീറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആയ യാത്രയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ ഇടതൂർന്ന് നിൽക്കുന്ന ആര്യവേപ്പിൻ്റെ മരങ്ങളാണ്. ഇപ്പോൾ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് പാടത്ത് വളരെ നിറഞ്ഞു നിൽക്കുന്ന ചെമ്മരിയാടിൻ പറ്റങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. രണ്ട് വശങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളാണ്. ശരിക്കും ഇത് ആര്യവേപ്പ് മരങ്ങളാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഫോറസ്റ്റിന്റെ കോർ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മെയിനായിട്ട് റോഡ് സൈഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരുപാട് മങ്കികളെയാണ്. കുരങ്ങന്മാർ എന്താണ് ഇങ്ങനെ വഴിയിൽ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ യാത്ര പോകുന്ന ആളുകൾ അവരുടെ ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ ഈ ഭക്ഷണം വാങ്ങി കഴിക്കാൻ വേണ്ടിയാണ് വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ഈ കുരങ്ങന്മാർ വഴിയിൽ കയറി നിൽക്കുന്നത്. ഇവരൊരിക്കലും നമ്മളെ അറ്റാക്ക് ചെയ്യില്ല, പക്ഷേ ഇവർ നമ്മളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അവർക്ക് കൊടുക്കും. പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകളൊക്കെ എപ്പോഴും ഹനുമാൻ ഒരു ഗോഡാണല്ലോ, അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ആയതിനാൽ ഇതിലെ പോകുന്ന എല്ലാ ആളുകളും എന്തെങ്കിലുമൊക്കെ ഈ കുരങ്ങന്മാർക്ക് ഇട്ടുകൊടുക്കും. അതുകൊണ്ട് ഓരോ വണ്ടിയും വരുമ്പോഴും അവർ പ്രതീക്ഷയോടെ കണ്ണും നട്ട് വഴിയിൽ കാത്തിരിക്കുകയാണ്. വേറെ ഒരു ഭക്ഷണത്തിനും വേണ്ടി അവർ പോകാറില്ല. അപ്പോൾ വഴിയിൽ പോകുന്ന ആളുകൾ ചിലപ്പോൾ കാറുകൾ, അവരുടെ വാഹനങ്ങളൊക്കെ നിർത്തി അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഇട്ടുകൊടുക്കും. അങ്ങനെ ആ ഭക്ഷണത്തിന് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഇതിപ്പോൾ നമ്മൾ ഏകദേശം നല്ല ഒരു കാടാണ്. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. ഫോറസ്റ്റിന്റെ കോർ ഏരിയയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10-15-20 കിലോമീറ്ററോളം വളരെ നല്ല ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോട്ടിംഗ് സവാരി നടത്താൻ പോകുന്നുള്ള സ്ഥലമുള്ളത്. ഏകദേശം ഒരു 27 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. വഴിയിലെല്ലാം ഇപ്പോഴും കുരങ്ങന്മാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്, എന്തെങ്കിലും ഭക്ഷണം പ്രതീക്ഷിച്ച്. ഇവിടുന്ന് ഇപ്പോൾ കാണുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് വേറെ റൂട്ടുണ്ട്. അത് മഹാരാഷ്ട്ര പോകുന്ന റൂട്ടാണ്. ഇത് നേരെ നമുക്ക് ഹൈദരാബാദ് പോകാൻ പറ്റും. ഈ റൂട്ട് നേരെ പോയാൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള തണുപ്പാണ്. ഓൾറെഡി വിൻ്ററാണ്, പക്ഷേ ഈ വീക്കിൽ വളരെ തണുപ്പ് വലിയ കാര്യമായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നല്ല തണുപ്പായിരുന്നു, പക്ഷേ ഈ ആഴ്ചയിൽ അധികം വലിയ തണുപ്പ് വളരെ ഫീൽ ചെയ്തില്ല. പക്ഷേ നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് കോർ ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വളരെ നല്ല ഒരു 18 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. അതുപോലെ പ്ലസന്റ് ആയിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു തണുപ്പാണ് നമുക്കിവിടെ അനുഭവപ്പെട്ടിരുന്നത്. മരങ്ങളൊക്കെ വളരെ ഒത്തിരി വളർന്ന് വഴിയിലോട്ട് കയറി നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ മെയിനായിട്ടും ടൈഗറിൻ്റെ ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ നമുക്ക് തന്നെയൊക്കെ ഇതിലെ പോകണമെങ്കിൽ നമ്മൾ പേടിക്കണം. ടൈഗർ റിസർവ്ഡ് ഏരിയ ആണ് കവ്വാൽ. ഇവിടെ ഒരു ടൈഗറിൻ്റെ എംബ്ലം ഒക്കെ കൊടുത്തിട്ടുണ്ട്, കവ്വാൽ ടൈഗർ റിസർവ്. ഇതിലേക്ക് നമുക്ക് ഒരിക്കലും തനിച്ച് പോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇവിടെ ടൈഗറിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏരിയ ആണ്. എപ്പോഴും നമുക്ക് വഴി സൈഡിൽ കുരങ്ങന്മാരെയാണ്. പക്ഷെ രാത്രി നമ്മൾ ഇതിലെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാനുകൾ നമുക്ക് കാണാം.
പകൽ സമയങ്ങളിൽ കുരങ്ങന്മാർ വഴിയിൽ നിൽക്കും. പക്ഷെ രാത്രി തിരിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാൻപറ്റങ്ങളാണ്. അതുപോലെ തന്നെ കരടി, പിന്നെ ടൈഗറൊക്കെ ഉണ്ട്, പക്ഷെ വളരെ റെയർ ആയിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഒരു വില്ലേജിന്റെ അടുത്തെത്തി. ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു വില്ലേജ് കാണാൻ പറ്റി. ഇവിടെയൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ, വന്യജീവി മൃഗങ്ങളൊക്കെ എത്തുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വില്ലേജൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഫോറസ്റ്റിന്റെ അടുത്താണല്ലോ. എല്ലാ ഫോറസ്റ്റിന്റെ അടുത്തും ഒരുപാട് സ്ഥലത്ത് ചെക്ക് പോസ്റ്റുകളുണ്ട്. ഇതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ വാഹനങ്ങളെയും, ബൈക്ക് ഒഴികെ കാറ്, എല്ലാ വാഹനങ്ങളും ഫോറസ്റ്റ് ചെക്ക് ചെയ്യും. ഇതൊക്കെ ചെമ്മരിയാടാണ്. ചെമ്മരിയാട്, അതുപോലെ തന്നെ ചെമ്മരിയാടിൻ പട്ടങ്ങളെയാണ് പ്രത്യേക ആളുകൾ ഇതിനുവേണ്ടി. ഇപ്പോൾ കാണുന്ന നിങ്ങൾ സൂപ്പർ ഡീലക്സ് RTC ബസ്സുകളാണ്. ഇവിടെ ഒരിക്കലും തെലങ്കാനയിൽ ഒരിക്കലും പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് ഇല്ല. പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് ഉണ്ട്, പക്ഷെ അത് ലക്ഷറി ബസ്സുകളാണ്, സൂപ്പർ ലക്ഷറി ബസ്സുകളാണ്. പക്ഷെ ഇവിടെ മെയിനായിട്ടും RTC ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് കാണുന്നത് കുറച്ച് ഈ പോകുന്ന പട്ടിയുണ്ട്. ഈ പട്ടിയും പിന്നെ ഒരു ആട്ടിടയും കന്നുകാലികളെ മേയ്ക്കുന്ന ഒരാളും കൂടിയാണ് ഈ പോകുന്ന പോത്തുകളെല്ലാം നിയന്ത്രിക്കുന്നത്. ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതുണ്ടോ, ഇപ്പോൾ തന്നെ ഇതിലെയൊന്നും ആളുകളൊന്നും ഇല്ല. മെയിനായിട്ടും അധികം ആളുകളൊന്നും പിന്നെ മെയിനായിട്ട് സൺഡേ ആണ്. സൺഡേ ആയതിനാലായിരിക്കും അധികം ആളുകളൊന്നും ഈ വഴിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു വില്ലേജിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ ഹാർവെസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് നെല്ല് കയറി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെല്ലാണ് കയറി പോകുന്നത്. നെല്ല് ജസ്റ്റ് 25 രൂപ അല്ലെങ്കിൽ 30 രൂപ കിലോഗ്രാമിനാണ് പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ റൈസായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ, കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഏകദേശം 50 രൂപ 60 രൂപ അടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര ചെയ്ത് ഈ ഡാമിൻ്റെ അടുത്തെത്തി. ഡാമിൻ്റെ മെയിൻ സ്ട്രീമാണ് നമ്മൾ ഈ കാണുന്നത്. ഡാമിൻ്റെ ഷട്ടർ തുറക്കുമ്പോൾ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇതൊക്കെ. ഈ പാലം ഒഴികെ ബാക്കി 2 സ്ഥലങ്ങളും അപ്രൂവ് ചെയ്തതാണ് ഒരു പ്രാവശ്യം ഡാമിൻ്റെ ഷട്ടർ തുറന്നപ്പോൾ മഴക്കാലത്ത്. പക്ഷെ ഇപ്പോഴും മണ്ണൊക്കെ ഇട്ട് വളരെ ലെവലാക്കിയിരിക്കുന്നു. ഡാമിൻ്റെ ഷട്ടർ, ഇതാണ് ഈ കാണുന്നതാണ് ഡാം. നമുക്ക് അവിടെയാണ് നമുക്ക് ബോട്ടിംഗ് സഫാരി നടത്തേണ്ടത്. ബോട്ടിംഗ് നടക്കുന്നത് ആ ഡാമിലാണ്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഡാം തുറക്കുമ്പോഴത്തേനും അവിടെ നിന്നുള്ള വാട്ടർ ഇതിലെയാണ് ഒലിച്ചു വരുന്നത്. പെട്ടെന്ന് എല്ലാ ഷട്ടറുകളും തുറന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് ഒക്കെ ഒലിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അവിടുന്ന് വീണ്ടും നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്ത് ഇപ്പോൾ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ഡാമിനകത്തെത്തി. ഡാമിൻ്റെ കാഴ്ചയിലുള്ള റോഡിന് മുമ്പിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. വളരെ ആൻറ്റിക്വേറ്റ് ആയിട്ടുള്ള ബൾബുകളൊക്കെയാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും കൃഷിക്ക് വേണ്ടി, ഈ ഡാമിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അങ്ങനെ പോലുള്ള ആവശ്യത്തിന് വേണ്ടിയല്ല ഈ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കനാലുകളുണ്ട്. അത് ഓപ്പൺ ചെയ്താണ് കൃഷി സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ഏകദേശം നമ്മൾ ഡാമിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഷട്ടറുകളൊക്കെ ഇപ്പോൾ ക്ലോസ്ഡാണ്. വെള്ളം അധികമൊന്നുമില്ല, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കില്ല. പക്ഷെ എങ്കിലും ലീക്കായിട്ട് ചെറിയതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. മെയിനായിട്ടും ഈ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്, അതായത് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്, ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ജലസേചനത്തിന് വേണ്ടി മാത്രമാണ്. താഴ്ഭാഗത്ത് ഒന്നും കൃഷി തന്നെ ഇല്ല. വളരെ
മനോഹരമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ തിരിഞ്ഞ് ഏകദേശം ഡാമിൻ്റെ ഉള്ളിലോട്ട് വന്നിരിക്കുന്നു. ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് പക്ഷികളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പുറകിലോട്ട് മാറി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ എനിക്ക് തോന്നി. ബോട്ടിങ്ങിൻ്റെ സമയമായിട്ടില്ല. നമ്മൾ ബോട്ടിങ്ങിൻ്റെ സമയത്തിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ട്. ആള് കൂടുന്നതനുസരിച്ച് ബോട്ടിങ്ങിൽ സൗകര്യം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസുകളൊക്കെ എടുക്കാൻ വേണ്ടി ഈ ഡാമിൻ്റെ അകത്തേക്ക് വന്നു. ഇതെല്ലാം തെർമോക്കോളാണ്. ഈ ഡാം മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ടൂറിസം, രണ്ടാമത് ഫിഷിങ്. ചില ആളുകളൊക്കെ ഇതിനകത്ത് വലകള നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നെറ്റൊക്കെ ഇട്ട് മീൻ പിടിക്കുന്നുണ്ട്. മെയിനായിട്ടും ഈ ഡാമിലുള്ളത് കട്ട്ള എന്ന വിഭാഗത്തിൽപ്പെടുന്ന മീനാണ്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഇത് വളരെ വലുതായിട്ട് വളരും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ശരിക്കും ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സെറ്റപ്പാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ഞങ്ങൾ ഒരുപാട് ആളുകൾ സൈഡിലൂടെ വന്നിരിപ്പുണ്ട്. പക്ഷെ ആരും ഇങ്ങോട്ട് ഇതിൻ്റെ ബോട്ട് ഓടിക്കുന്ന ആൾ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരാൾക്ക് 200 വെച്ച് 3 പേർക്ക് ഒരു 200 വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ സർവീസ് നടത്താം എന്നാണ് പറഞ്ഞത്. ശരിക്കും ഒരാൾക്ക് 50 റുപ്പീസേ ഉള്ളൂ. പണ്ട് നമ്മൾ ആലപ്പുഴയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു ബോട്ടിലാണ് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 1000 രൂപ അല്ലെങ്കിൽ 800 രൂപ അടുത്തായിട്ടുണ്ട്. പക്ഷെ ഇവിടേക്ക് വളരെ ചീപ്പാണ്. പിന്നെ ഇത് ഏകദേശം ഒരു 10 പേർക്ക് ഇരിക്കാം. ഏകദേശം എല്ലാവർക്കും കൂടി ഒരു 800 റുപ്പീസ് ആവും. പിന്നെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് പെട്രോൾ അല്ല, ഡീസൽ അല്ല. ഇവർ ഈ എഞ്ചിനകത്ത് ഒഴിക്കുന്ന മണ്ണെണ്ണയാണോ എന്ന് എനിക്ക് സംശയമില്ലായില്ല. ജാക്കറ്റുകളൊക്കെ ഉണ്ട്. 10 സീറ്റുണ്ട്. 10 സീറ്റ് ഉണ്ടായാലും അതിനനുസരിച്ചുള്ള ജാക്കറ്റുകൾ കുറവാണ്. എന്തായാലും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞാനും അതുപോലെ തന്നെ വേറെ 2-3 പേരും ഇതിനകത്ത് വെയിറ്റ് ചെയ്യാണ്. 200 റുപ്പീസ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോട്ട് ഇപ്പം തന്നെ സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഉടൻ തന്നെ ഒരുപാട് ആളുകളൊക്കെ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ഇൻട്രസ്റ്റഡ് ആണ്. ഫാമിലിയൊക്കെ ആയിട്ടാണ്. സൺഡേ ആണല്ലോ. അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ ഇതിനകത്ത് വന്ന് കയറി. ബോട്ട് ഏകദേശം ഇവിടുന്ന് ആരംഭിച്ചു. ശരിക്കും 50 രൂപ മാത്രമേ ഉള്ളൂ ഈ ബോട്ട് സർവീസിന് വേണ്ടി. ഞാൻ തന്നെ ആദ്യമേ ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടു. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും. കുറച്ച് പിള്ളേരൊക്കെ ഇതിനകത്ത് ലൈഫ് ജാക്കറ്റൊക്കെ ഇല്ലാതിരിക്കുന്നു. ഇവരൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികളൊക്കെ വളരെ ഉല്ലാസപരമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല കേട്ടോ. ഈ ഡാമിനകത്തേക്ക് ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും ഒരുപാട് ഏരിയ നമ്മൾ ഒറ്റ വ്യൂ കാണുന്ന പോലെയല്ല. ഒത്തിരി ഉള്ളിലോട്ട് ഒരുപാട് ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം നമുക്ക് ഇതിനകത്തൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. 2 സ്ഥലം. പിന്നെ ഇവിടുന്ന് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാണ്. വാട്ടർ പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ടാപ്പ് വഴി. അങ്ങനെയാണെന്ന് എനിക്ക് എൻ്റെ വിശ്വാസം. എന്തായാലും വളരെ നമ്മൾ പണ്ട് കേരള പാടാവിൽ കാണുന്ന പോലെ പിക്ചറൊക്കെ നമുക്ക് ചെറിയ മലനിരകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പല പ്രാവശ്യം ഇവിടുത്തെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറയണമെന്ന് ആലോചിച്ചതാണ്. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നല്ല ഒരു ഫീലാണ്. തണുപ്പുണ്ട്. കുട്ടികളൊക്കെ വളരെ ചില്ലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. കുട്ടികൾക്കൊന്നും ഒരു പേടിയില്ല. കാര്യം പറഞ്ഞ് ഞാനാണ് ഈ ബോട്ടിൽ ആദ്യത്തെ തന്നെ ജാക്കറ്റ് വലിച്ചു കയറ്റി. എനിക്ക് ചെറിയ പേടിയായിരുന്നു. പണ്ടൊന്നും നമുക്ക് പേടിയില്ല. നമ്മുടെ ഏജിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ കുട്ടികളൊക്കെ ജാക്കറ്റൊന്നും ഇല്ലാതെ കുറച്ച് പേരൊക്കെ ഇതിനകത്ത് ജാക്കറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുമ്പോട്ട് പോകാൻ കുട്ടികളൊക്കെ ഈ ജാക്കറ്റൊക്കെ വലിച്ചൂരി കളഞ്ഞു. വീണ്ടും ഈ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ബാലൻസ് ചെയ്തിരിക്കണം. ഏകദേശം 10 പേര് ഈ ബോട്ടിനകത്ത് 10-11 പേർക്ക് യാത്ര ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് വളരെ ഡിസ്റ്റൻസിൽ കാണുവാൻ സാധിക്കുന്നത്. നല്ല ഓളപ്പരപ്പിലൂടെ ഈ പിള്ളേർ എപ്പോഴും വിളിച്ചു പറയുന്നത് കട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഓടിച്ചിട്ട് സ്പീഡ് ബോട്ട് ഓടിക്കാനൊക്കെയാണ് പിള്ളേർ പറഞ്ഞത്. പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല. നല്ല ഇതുണ്ടോ, വളരെ എന്ത് മനോഹരമാണ്. ശരിക്കും ഒരു ഡാമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ചേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ഇരിക്കാനൊക്കെയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ ബോട്ട് യാത്രയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കരുത്.
നിങ്ങൾ ആ ബാലൻസ് ചെയ്തിരിക്കാൻ ആ ചേട്ടൻ ആവശ്യപ്പെടുന്ന അപ്പുറത്തും ഇപ്പുറത്തും ബാലൻസ് ചെയ്ത് ഇരിക്കാനാണ് പറയുന്നത്. കണ്ടോ, ഇപ്പോഴും പല ആൾ ഓൾറെഡി ജാക്കറ്റ് ധരിച്ച പിള്ളേരെല്ലാം അവർ ഓൾറെഡി ജാക്കറ്റ് ഊരിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ആ ചേട്ടൻ, ആ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ജാക്കറ്റ് ഇടണം. അങ്ങനെ ജാക്കറ്റ് എല്ലാവരും വീണ്ടും തിരിച്ചിട്ടു. ശരിക്കും നല്ലൊരു വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ബോട്ട് യാത്രയിൽ വരുമ്പോൾ നമ്മൾ ജാക്കറ്റ് ഇടുക. ഇപ്പോൾ കുട്ടികളൊക്കെ ജാക്കറ്റ്, എല്ലാവരും ആദ്യമേ ജാക്കറ്റ് ഇട്ടിരുന്നു, അവർ ഊരിക്കളഞ്ഞു. പക്ഷേ അതൊക്കെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരിക്കലും നമ്മൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സ്ഥലത്താണ്. എല്ലാവർക്കും ജാക്കറ്റ് ആദ്യമേ തികഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ ജാക്കറ്റ് ഊരിക്കളഞ്ഞിരിക്കുന്നു. എന്തായാലും വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സൺഡേ വന്ന് ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ബോട്ട് യാത്രയിൽ നമ്മൾ സഹകരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ നല്ല അനുഭൂതിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇപ്പം എൻജിൻ കേടായി കഴിഞ്ഞാലും അതിനകത്ത് 2 തുഴയൊക്കെ ഉണ്ട്. ആ തുഴഞ്ഞൊക്കെ നമ്മൾ ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഴയ പോലെ വട്ടം കറക്കുന്നൊന്നും അല്ലെങ്കിൽ കുലുക്കുന്നൊന്നുമില്ല. അവർ കുലുക്കുന്നത് നമ്മൾ നിലയെത്തുന്ന സ്ഥലത്താണ് അവർ ഇങ്ങനെ ആട്ടുമൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈ കുട്ടികളൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈ ബോട്ട് ആടി ഉലയ്ക്കാനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ആ ചേട്ടൻ അതൊന്നും കേട്ടില്ല. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേനും ആ ചേട്ടൻ തന്നെ പറഞ്ഞു യൂട്യൂബ് ചാനലാണോ എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ വലിയ യൂട്യൂബ് ചാനലല്ല, എൻ്റെ ഒരു പാഷനാണ്. ശരിക്കും പണ്ട് മുതൽ തന്നെ ഫോട്ടോഗ്രാഫിയിലൊക്കെ എനിക്ക് വളരെ താല്പര്യമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു പാഷനായിരുന്നു ഈ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നത്. ഓൾറെഡി ആ ബോട്ടിലുള്ള അവരെല്ലാം ഒരു ഫാമിലിയാണ്. അതുപോലെ തന്നെ 3-4 പേര് പുറത്തുനിന്നുണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞ് ഞാനെന്തോ യൂട്യൂബ് ചാനലാണ്. ശരിക്കും നമ്മൾ യൂട്യൂബ് ചാനലുണ്ട്. നമുക്ക് റെഡ് ബുൾജെറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസുകളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത്ര പ്രൊഫഷണൽ അല്ലല്ലോ. അതുകൊണ്ട് ഈ ചേട്ടൻ തന്നെ ഒരുപാട് എല്ലാവരോടും പറഞ്ഞ് എൻ്റെ വീഡിയോ ഒക്കെ എടുപ്പുണ്ടെന്ന് പറഞ്ഞ് ചാനലുണ്ട്. അതിപ്പോൾ ഇവർ ബോട്ടിങ്ങിനെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയ്ക്കുകയാണ്. ശരിക്കും ചങ്ക് വെട്ടിപ്പോവും. പക്ഷേ ഈ പുള്ളി വളരെ ആഴമുള്ള സ്ഥലത്തല്ല, പുള്ളി തിരിച്ചു പോകുന്ന റിട്ടേൺ ഭാഗത്ത് അധികം ആഴമില്ലാത്ത സ്ഥലത്താണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഈ പിള്ളേരെല്ലാം വിളിച്ചു പറയുന്നുണ്ട് കട്ട് കണ്ടോ, അത് കട്ട് ചെയ്യാനാണ് പറയുന്നത്. കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ സ്പീഡ് ബോട്ടിനകത്ത് ഈ പിള്ളേരെല്ലാം യൂട്യൂബിനകത്തൂടെ കണ്ടുകൊണ്ടായിരിക്കും കട്ട് ചെയ്യാനൊക്കെയാണ് കൊച്ചുങ്ങൾ വിളിച്ച് പറയുന്നത്. പേരൻസിന് അത്രയും പേടിയാണ്. പക്ഷെ കുഞ്ഞു പിള്ളേരാണ്, ഇവർക്ക് ഇതൊന്നും ഒരു പേടിയില്ല കേട്ടോ. ശരിക്കും ഈ പുതിയ കാലത്തെ പിള്ളേരെയൊക്കെ നമ്മൾ ശരിക്കും പേടി. അവരുടെ ആ വൈബിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. എന്തായാലും വളരെ വളരെ നല്ലൊരു അനുഭൂതിയായിരുന്നു. ഇതാണ് ഈ പുള്ളി ഡീസലാണോ ഒഴിക്കുന്നത് എനിക്ക് സംശയമുണ്ട്. സ്മെല്ലടിച്ചപ്പം നന്നയുടെ ഇതാണ്. എന്തായാലും പുള്ളി വളരെ ഡീസൻ്റ് ആയിട്ടാണ്, പുള്ളി വളരെ പക്വത പറഞ്ഞു. ആൾക്കാർ ചുമ്മാ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴേ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് വളരെ ബാലൻസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ ഇവരുടെ ആവശ്യത്തിനകത്ത് പുള്ളി ഒന്നും പറഞ്ഞില്ല. വളരെ കറക്റ്റായിട്ട് രണ്ടുപേരെയും വെയിറ്റുള്ള ആൾക്കാരെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ബാലൻസ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ടാണ്. എന്തായാലും ആ പുള്ളിക്ക് ബിഗ് ഒരു സല്യൂട്ട് കൊടുക്കാൻ പറയാം. കാരണം അതുപോലത്തെ ക്ലിയർ ആയിട്ടുള്ള ഇതായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞ് ഇപ്പോൾ യൂട്യൂബ് ചാനലാന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും, പിള്ളേരും കുട്ടികളും എല്ലാം, ഫാമിലി എല്ലാവരും എനിക്കൊരു ഹായ് പറയുന്നു. ശരിക്കും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല കേട്ടോ. യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ നമ്മളത്ര അങ്ങനെ പബ്ലിസിറ്റി ആക്കണമെന്നില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഹായ് പറയുന്നു. ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നല്ലൊരു നിമിഷമായിരുന്നു. കാരണം എനിക്കൊരു യൂട്യൂബ് ചാനലിലേക്ക് വളരെ പാഷനുണ്ട്. നമ്മളങ്ങനെ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ ആ ചേട്ടൻ ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാവരും വളരെ ഹായ് പറയുകയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ അവർ പറയാനൊക്കെ ശ്രമിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞിട്ടുണ്ട്, ഈ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് മണ്ണുകൾ കൊണ്ട് ഒരുപാട് ചെറിയ ചെറിയ കൂടുകൾ കൂട്ടിയിരിക്കുകയാണ്. ഇതിനകത്ത് ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് കിളികൾ മണ്ണുകൾ കൊണ്ട് അവരുടെ കൂട് കൂട്ടിയിരിക്കുന്നത്. ഇത് ശരിക്കും റിയലി അമേസിങ്.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മണ്ണുകൾ കൊണ്ട് അവർ ആ ബ്രിഡ്ജിനടിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല പ്രൊട്ടക്ഷനാണ്, വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്ഷനാണ്. മണ്ണുകൾ കൊണ്ട് കിളികൾ കൂട് കൂട്ടിയിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടോ ഇവിടെ കൊണ്ടുവന്ന് കണ്ടോ, എന്തായാലും ഇവിടെയൊക്കെ അത്രയും താഴ്ചയില്ല, അവിടെ കൊണ്ട് പുള്ളി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ തന്നെ, ഈ കുഞ്ഞു പിള്ളേർ തന്നെ ശരിക്കും അവർ പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ ആട്ടണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ചേട്ടൻ ഇങ്ങനെ ആട്ടിയത്. നമ്മൾ കേരളത്തിലേക്ക് അറിയാലോ, ആലപ്പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുമ്മാ ക്ലിയർ കട്ടാണ്, നമ്മൾ ചങ്ക് ഇടിച്ചു പോകും. പക്ഷെ ഈ പുള്ളി വളരെ പക്വതയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. നമുക്ക് 50 രൂപയേ ഉള്ളൂ, 50 രൂപയിൽ നല്ല ശരിക്കും റിയലി അമേസിങ് ആയിരുന്നു എക്സ്പീരിയൻസ്. ഒന്നും പേടിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്, അങ്ങോട്ട് കാലെടുത്ത് വെച്ചു, നമ്മൾ പെട്ടെന്ന് തന്നെ കരയിലേക്ക് കയറി തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ തുടങ്ങുകയാണ്. ഇതാണ് ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇവർ ഫാമിലി ആയിട്ട് വന്നവരാണ് കേട്ടോ, ഇവരെല്ലാവരും ഫാമിലി ആയിട്ട് വന്നവർ. നല്ല അങ്ങനെ നമ്മൾ ഇന്ന് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഈ പിള്ളേർ ഓടി വന്നു. യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞിട്ട് പിള്ളേരെല്ലാം ഓടി ചാടി വന്നു, അവരുടെ പേരൻസിനെ എല്ലാം വിളിച്ചോണ്ട് വന്നു. അങ്ങനെ ആ ചേട്ടൻ അഭിപ്രായം. ఈరోజు మేము మా ఫ్యామిలీతో సహా ఆదివారం కాబట్టి ఫ్యామిలీ పిల్లలతో సహా మేము కడం ప్రాజెక్ట్కి సందర్శించాము. అందులో ఇక్కడ చాలా పిల్లలు ఎంజాయ్ చేశారు, చాలా ఆహ్లాదకరంగా ఉంది, చాలా బాగుంది. ఎందుకంటే ఇందులో బోటింగ్ చాలా చాలా దూరంగా మొత్తం తెంపారు. పిల్లలు కూడా చాలా ఎంజాయ్ చేశారు కదా బేటా. Okay, what is your name? My name is Tuba Zarif. Okay, how is your experience in My Colombo? experience is very nice. What is your name? My name is Abdul Rahman. How is your today's experience in My boating? experience is nice. Again. My name is Yasra Hadia. And you? What's the name? My name is Abdullah Shadma. My name is Abdullah Shadma. Tell me, what is your experience in boating? Kadam boating. Nice. Okay, good. Keep everyone like this. థ్యాంక్ యూ. Okay. హ్యాపీ సండే. Happy Sunday. Okay, right. Abu YouTube